എന്താണ് അങ്ങനെ ഒരു പൊടുന്നനെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിന് കാരണം? അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആരോപണങ്ങൾ വരുന്നു, പല ഭാഗത്തുനിന്നും ആരോപണങ്ങൾ വരുന്നു. ഈ ആരോപണം ശക്തമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന മെയിനായിട്ടിരിക്കുന്ന ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അതിൽ തമാശയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്ന ഡയലോഗുകൾക്ക് വരെ, ഒരു തമാശയ്ക്ക് ആൾക്കാർ പറയുന്ന ഡയലോഗുകൾ വരെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആരോപണമായിട്ട് വരിക. ചില ചാനലുകാർ അതൊരു വേറൊരു രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില ആൾക്കാർ അതിനെ വ്യാഖ്യാനിച്ച് അതും ഒരു പീഡന ശ്രമമാണോ എന്ന് ഭയക്കുന്ന, തമാശ പറഞ്ഞതിനെ വരെ ഒരാൾ ഭയന്നു പോയി എന്ന് പറയുമ്പോൾ അതും ഒരു പീഡന ശ്രമമാണോ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്, മനസ്സിലായി? അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് കൃത്യമായിട്ട് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് നീങ്ങാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എല്ലാവരും കൂടെ രാജിവെച്ച് ഒഴിയുന്നു. അഡ്ഹോക് കമ്മിറ്റി 2 മാസം ഭരിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും സമ്മതമായിട്ടുള്ള പുതിയ ഭാരവാഹികൾ ജയിച്ചു കയറി വരട്ടെ. അതാകുമ്പോൾ പിന്നെ ആർക്കും പരാതി പറയാനുണ്ടാവില്ല. അതിനുവേണ്ടി തന്നെ രാജിവെച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനൊരു പൊടുന്നനെയുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഒരു അനാഥമാക്കപ്പെട്ട ഒരിക്കലുമില്ല. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടന ഒരിക്കലും അനാഥമാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ എല്ലാ മാസവും ഏതാണ്ട് 116 പേർക്ക് പെൻഷൻ കൊടുക്കണ്ടേ, 5000 രൂപയുടെ മരുന്ന് സപ്ലൈ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് അമ്മയുടെ നേതൃത്വമാണ്, അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആരും തയ്യാറില്ല. ഞങ്ങളൊക്കെ തന്നെ 2 മാസം അതിൻ്റെ അഡ്ഹോക് കമ്മിറ്റിയായിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം പുതിയ ഭരണസമിതി, അതിലാരൊക്കെ ചിലപ്പം ഈ ഭരണസമിതിയിലുള്ളവരുണ്ടാവാം. അന്നേരത്തേക്ക് കേസിൻ്റെ കാര്യങ്ങൾ മാറും. അപ്പം ഈ പറയുന്ന പോലെ അഗ്നിശുദ്ധി വരുത്തിയ ആൾക്കാർ, ആരോപിക്കപ്പെട്ട ആൾക്കാർ, തമാശ പറഞ്ഞവരും പറയാത്തവർക്കും ഒക്കെ വേണമെങ്കിൽ വരാമല്ലോ. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരും. നിങ്ങളിലൂടെ സത്യത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ജനങ്ങൾ അമ്മയെ തിരിച്ചറിയുന്നത് ഇപ്പം നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ചാനലിലൂടെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ 3.5 കോടി ജനം അമ്മയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്ന ഭാഷയ്ക്കനുസരിച്ചാണ് അമ്മയെ വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പോകുന്നു. ഞങ്ങളെന്നും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെയാണ്, ഒരിക്കലും വേട്ടക്കാരനൊപ്പം. അത് അസന്നിഗ്ധമായിട്ട് ഇപ്പോഴും പ്രഖ്യാപിക്കുക. തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആരോപിക്കാൻ ആർക്കും പറ്റുമല്ലോ. ലോകത്ത് എത്രയോ പേർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ തെറ്റ് തെളിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ അതിനെ അനുകൂലിക്കാൻ നിൽക്കില്ല, യാതൊരു സംശയവും. അമ്മ ഇരക്കൊപ്പം തന്നെ. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് എനിക്കറിയാവുന്ന ഉത്തരവാണ്, മനസ്സിലായി? വന്നില്ല. അതുകൊണ്ടാണ് ആ ധാർമ്മികത എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് അമ്മയിൽ തോന്നി, ഞങ്ങൾ കുറച്ച് പേരെ അല്ലെങ്കിൽ അമ്മയിലെ മെമ്പേഴ്സിനെ, കാര്യം ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ കോർണർ ചെയ്യപ്പെടുന്ന കലാകാരന്മാരെ, ആർട്ടിസ്റ്റുകളെ, ആക്ടേഴ്സിനെയാണ്. അതിൽ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ തൊട്ട് ആരോപണത്തിൽ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഉദാഹരണം, ഒരു തമാശ പറഞ്ഞതുപോലും നിങ്ങൾക്കറിയാമായിരിക്കും. കഴിഞ്ഞ ദിവസം അത് തമാശയല്ല, ശരിക്കും ഒരു ലൊക്കേഷനിൽ ഒരു ടെക്നിക്കൽ ഭാഗമായിട്ട് ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഒരു സീക്വൻസിൽ ഇപ്പം നമ്മൾ ഒരാളെ കാണിക്കുമ്പം ഒരു പാവപ്പെട്ടവൻ്റെ വേഷത്തിൽ എന്നെപ്പോലത്തൊരു തടിയൻ വന്നാൽ അത് മാച്ച് ആവില്ല ക്യാരക്ടർ എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നില്ലെങ്കിൽ ഡൾ ചെയ്യാം, ഇല്ലെങ്കിൽ മേക്കപ്പിൽ മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വരുത്തി വരുമ്പം ഇപ്പോൾ കണ്ടാൽ ആ ക്യാരക്ടറിന് ആപ്റ്റായി എന്ന് പറയുന്ന പോലെ ആ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അത് ആ അഭിനയിക്കാൻ വന്ന കുട്ടിക്കൊരു ചെറിയ പേടി ഉണ്ടായി. അതിന് ഞാൻ ആ കുട്ടിയെ കുറ്റം പറയില്ല. പക്ഷേ അത് ഒരു ചാനലിലിരുന്ന് പറഞ്ഞപ്പം അതും ഒരു പീഡന ശ്രമമായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം, അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. ഈ ആരോപണങ്ങൾ നേരിടാൻ മാത്രമായിട്ട് ഞങ്ങളൊരു വശത്ത് നിൽക്കുമ്പം തെറ്റ് ചെയ്യാത്ത ഒരു വലിയ 506 മെമ്പേഴ്സിൽ ഈ ആരോപണം വരുന്നത് തലപ്പത്തിരിക്കുന്നവർ തൊട്ട്, അപ്പോൾ അത് സംഘടനയ്ക്ക് മൊത്തത്തിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായപ്പം നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എല്ലാവരും ഒഴിഞ്ഞു മാറുക. അഡ്ഹോക് കമ്മിറ്റി, ഇതിൻ്റെ ഭരണം പോകരുത്, അഡ്ഹോക് കമ്മിറ്റി മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ആ അഡ്ഹോക് കമ്മിറ്റി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത 2 മാസത്തിനുള്ളിൽ ബൈലോ പ്രകാരം ഇലക്ഷൻ വെച്ച് പുതിയ അധികാരം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. ഒരു മാറ്റവും ഇല്ലല്ലോ, അതിനെന്താ സംശയം? ഉറപ്പല്ലേ? എനിക്കറിയില്ല.